ஹலோ கைஸ், வெல்கம் பேக் டு another வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம தொடரும் மூவி சீன் 8 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 7 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக செக் பண்ணி பாருங்கள். ஒவ்வொரு சீனுமே வந்து பார்த்தீங்கன்னா த்ரில்லிங்காக வந்திருக்கு. அவங்க பையனை கொண்டவங்களை வந்து பார்த்தீங்கன்னா இப்போ தான் வந்து லாலேட்டன் வந்து ஒவ்வொருத்தரும் வந்து ரிவெஞ்ச் வந்து பண்ணிக்கிட்டு இருக்காரு. அதில் வந்து ஒரு போலீஸ்கார் வந்து கட்டி போட்டு வந்து விரலை வந்து வெட்டிடுவார். அந்த ஒரு சீன் நல்லாயிருக்கும். போலீஸ்காரர் வந்து வந்து நம்ம லாலேட்டன் பேசும்போது நான் சொல்கிறேன் நீ கேளு அப்படின்னு சொல்லும்போது டக்குன்னு அவர் சொல்லிடுவார். இனிமேல் நான் சொல்கிறத நீ கேளு அப்படிங்கிற மாதிரி சொல்லுவார். அந்த சீன் வந்து நல்லா இருந்துச்சு. இப்போ அடுத்து யாரை பழி வாங்குறா என்னன்னு சொல்லிட்டு வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ள பார்த்துக்கு முன்னாடி இன்னும் நீங்கள் யாரும் நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம், கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்கள். இப்போ வாங்க வீடியோக்குள்ளே போகலாம். யார் செத்து? ஓ, സാറേ നിങ്ങളിത് എവിടെയാ? ഇവിടെ നിറച്ച ആളും ബഹളമൊക്കെയാ. കയ്യും കാലും വിറച്ചിട്ട് പാടില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്വനി ഇല്ലേ? അവന്റെ അടുത്ത് ഇതാ നീയാടാ. ஐயோ, വീഴാതെ സൂക്ഷിച്ചോ നീ മരണം വരെ. சரியான தீம். മുപ്പത്താറ് വർഷമായിടാ മനസ്സേ ഞാൻ പോലീസില്. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാണ്. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ എന്നെ? നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടേ. നിന്റെ മുമ്പില് ജോർജ് സാർ ഇങ്ങനെ നിക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിന് ഇനിയും കുറെ അറിയാനുണ്ടറിയാ. അവനെ ഇവിടെ കിടന്ന് പെയ്ത് പെറുക്കിയിട്ട് ഒരു കാര്യമില്ല. നീയൊക്കെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു പറയണേ. ഒറ്റയ്ക്ക് തന്നെ ആണോടി കൊന്നേ? ഞങ്ങള് പറയും, നിങ്ങൾ അനുസരിക്കും. കേട്ടടി അഴിഞ്ഞാട്ടക്കാരി. റാമി പവി വധക്കേസിൽ പോലീസിന്റെ നിർണായക നീക്കം. പവിയുടെ അമ്മ ലളിത ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നീ അന്ന് മദ്രാസിന്ന് ഏതോ ഒരുത്തൻ ചത്തേന്റെ പേര് സിനിമയിൽ നിർത്തി നാട്ടി വന്നതും പിന്നെ ആ ചത്ത ഇഴവന്റെ ആക്രി കാറിന്റെ കഥ വരെ നീ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്.
അതിന്റെ പുറകിൽ ഇനിയും കുറെ കഥകൾ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും പറയാനുണ്ടാവും. അന്ന് നീ നിന്റെ കൂട്ടുകാരനെ റൂപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന അവന്റെ ഭാര്യ പറഞ്ഞിട്ടാ ലളിത. ആ നീ വെച്ചോണ്ടിരുന്നോളാം. വല്ലവനും ഉണ്ടായ ചെക്കനെ ചുമക്കേണ്ട കാര്യമില്ല നിനക്ക്. അപ്പൊ നിനക്ക് കൊല്ല. ഓടി കിട്ടിയ ചാക്കാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവായി. ആ ചാക്കിൽ കണ്ട പാതിമാഞ്ഞ ആ സ്ഥാപനത്തിന്റെ പേര് പവിത്ര മിൽസ് എന്ന സ്ഥാപനത്തിന്റെ പേരാണ്. പോലീസിന്റെ കളക്കളയല്ലേ? ഞാൻ പറഞ്ഞോട്ടെ സുഹൃത്തെ, മകളെ പ്ലീസ് കേൾക്കൂ. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ നിന്നും റാന്നി പെരുന്നാൾ സ്റ്റേഷനിലേക്ക് കേസ് ട്രാൻസ്ഫർ ആവുന്നു. അവിടെ നിന്നാണ് ആ കുടുംബത്തിലേക്ക് കേസ് അന്വേഷണം തുടങ്ങുന്നത്. പിന്നെ മരിച്ച പയ്യൻ ലളിത എന്ന സ്ത്രീയുടെ ആദ്യ ഭർത്താവിലെ മകനാണ്. സംഭവം നടന്നത് പോലീസ് വിശ്വസിക്കുന്ന അതേ ദിവസം ഷൺമുഖിനെയും കാറിനെയും ഉരക്കയം ഭാഗത്ത് കണ്ടതായി ഈറ്റത്തോട്ടത്തിലെ ഒരു ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട്. ഞാൻ എല്ലാരോടും ഇങ്ങനെയാടാ ബെൻസേ. ഇത് ജോർജ് നിനക്ക് വെച്ച കെണിയാടാ. ഭാവി വധക്കേസിലെ മുഖ്യപ്രതി ലളിതയിൽ നിന്നും മൊഴികളെടുത്തു. അന്വേഷണം രണ്ടാനച്ഛൻ ഷൺമുഖനിലേക്ക്. എന്റെ ഈ കമ്പിക്കഥ മതിയടാ മലയാളിക്ക്. പിന്നെ അവര് ആഘോഷിക്കും, പിന്നെ നശിപ്പിക്കും, പിന്നെ മറക്കും. ഇനി ഞാൻ പറയും, നീ കേൾക്കും. കൊഴുത്തപ്പോ ചേട്ട പുതപ്പിന്റെ അടിയിൽ അമുക്കെല്ലാം പഠിക്കില്ല പോലെ. ആദ്യം നിനക്കത് സൂക്ഷിച്ചു, പിന്നെ നിനക്ക് കുറ്റബോധം തോന്നിയോ? കൊണ്ടു നടന്ന് ചേട്ടന്റെ കൊച്ചിനെ വരുന്നു. എല്ലാരും പറഞ്ഞിട്ട് കാര്യമില്ല. കള്ള മനസ്സുകാർക്കല്ലേ സമ്മതിക്കടി. നിന്റെ ചേട്ടനെ കൊന്ന് നിന്റെ തന്തയാണെന്നും കൂടി സമ്മതിക്കടി. പിഴച്ചവളെ അവളെ കയറി പിടിച്ചേന് ചെറുക്കനെ നീ കൊന്നതാന്ന് ഞാൻ വരും. കൂടെ നീ വന്നില്ലേ? സകല വ്യാളി പിള്ളേർക്കും കൈപ്പണിക്കുള്ള ചരക്കായി നിന്റെ മോളെ ഞാൻ മാറ്റി. கொஞ்சம் விட்டா என்ன? നാട്ടങ്ങടാ നീ. മോർച്ചറിയിൽ ചത്തളിഞ്ഞു കിടക്കുന്ന നിന്റെ മോനെ വേണേ കൂടവാ, കത്തിക്കാനെങ്കിലും തന്നുവിടാടാ.
ആരും പടങ്ങളൊന്നും എടുക്കരുത് പ്ലീസ്. പ്രതിക്കൊരു പ്രൈവസി വേണ്ടേ? സാർ ഇയാൾ കുറ്റം സമ്മതിച്ചില്ല റിപ്പോർട്ടുണ്ട് സാർ. കുറ്റം സമ്മതിക്കാതെ നമ്മൾ പിടിക്കുവോ? ഇല്ല. നമ്മളെ ഉപദ്രവിച്ചോ? നാളെ രാവിലെ തൊട്ട് പ്രതിനെ കോടതിയിൽ ഹാജരാക്കും. ഓടിക്കെട്ടി ഇറക്കടാ. பாவம். അഴിച്ചു മാറ്റി കൊച്ചിന്റെ നള്ളനെ മുന്നിൽ കൊണ്ടിരുത്തടാ. അവരൊന്ന് കാണട്ടെ. இவர் அப்ரூவரா மாறிடுவான்னு நினைக்கிறேன். നീ എങ്ങനെയാണ് എന്റെ ചെക്കനെ കൊന്നു? നീ എങ്ങനെയാണ് ചെക്കനെ കൊന്നു? എങ്ങനെ പറ്റിയടാ? നിന്റെ മോനല്ലല്ലോ അല്ലേ? അതാ നിന്റെ കണ്ണൻ പിള്ളയെ കൊച്ചൊക്കെ അല്ലേ ഏറ്റവും. നീ കൂടി കൊണ്ട് സമ്മതിച്ചാ മതി. നമുക്ക് ഇതിനൊക്കെ ഒരു തീരുമാനമാക്കാം. ഏറ്റോടാ ഏറ്റോ എടാ. സാറേ ഓനെ പണി ഇറക്കിയല്ലോടോ. ഈ പെണ്ണുങ്ങളെയും കൊച്ചുങ്ങളെ കയറി തൊട്ടാ ആളെ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ മീഡിയനൊക്കെ വിളിച്ചു കൂട്ടി ആ തള്ളയും മകളെയും കുറിച്ച് ഇല്ലാക്കാതെ മുഴുവൻ ഉണ്ടാക്കിയത്? എടാ ഞാനങ്ങനെ വലയും പറയടാ മതി. തേഞ്ഞപ്പോ ആര് തേഞ്ഞു? സ്വന്തം മകൾക്ക് വയറ്റിലുണ്ടാക്കാൻ നോക്കിയ മകനെ രണ്ടാനച്ഛൻ തലക്കടിച്ചു കൊന്നു. അവൻ ആ ശവം ചാക്കി കെട്ടി കാടിന് തിന്നാൻ കൊടുത്തു. ഇനി എടാ കൊന്നാ പാവം തിന്നാ തീരുമെന്നല്ലേടാ ചൊല്ല്. അപ്പോ നമ്മള് കൊന്നു, അവൻ അങ്ങ് തിന്നു. ഹലോ, അകത്ത് കിടക്കുന്ന പെൻസും നമ്മളും തമ്മി വലിയ ദൂരമൊന്നുമില്ല സാറേ. അറിയടാ, പാലാട്ടി നിന്ന് ശീലിച്ചു പോയി. കള്ള കഴിവേറി. നീ ഇങ്ങോട്ട് പോരും മോളെ. ഇമാതിരി നെറുകേടൊന്നും കോടതിയിൽ നിൽക്കില്ലാട്ടോ ജോർജ് സാറേ. നമ്മുടെ കോടതിയല്ലേ, നോക്കാം. சூப்பர் சூப்பர் சூப்பர், அடிபொலி, சூப்பராக இருந்துச்சு சீனு. அவர் பேசுகிற பேச்சுக்கு வந்து அடி வாங்குவான்னு தான் எதிர்பார்த்தேன். ஆனால் வந்து பார்த்தீங்கன்னா செம்மையாக வந்து அடி வாங்கினாரு. அதுக்கெல்லாம் அவர் வந்து பிளாக்மெயில் பண்ணி என்ன சொல்கிறாரு, கைது பண்ணிட்டாரு. மார்சேரியில் இருக்கிற உன் பையனை நீ பார்க்கணுமா வேணாமா, இல்லை எடுக்கணுமா வேணாமான்னு சொல்லிட்டு வந்து பிளாக் பண்ணி அவர் வந்து ஸ்டேஷன் வரைக்கும் வந்து கூப்பிட்டு வந்துட்டாங்க. இவங்கள போட்டு தொந்தரவு பண்ணி இவங்க வந்து எப்படி சொல்ற, சரியான வந்து முறைமறிச்சாங்க சோபனா ஜட்ஜி. அடுத்து என்ன சீன் வரப்போகுது என்னன்னு சொல்லிட்டு தெரில. ஆனால் வந்து விறுவிறுப்பாக வந்து போயிட்டு இருக்கு. ஓகே, இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சிருந்தா மறக்காம அந்த வீடியோக்கு லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணி பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போல் நல்லபடியாக நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.